അതെ അതെ. എന്റെ ശാലിനി നീ സൂചിപ്പിക്കാതെ കാര്യം പറ. കാര്യമൊന്നുമില്ലേ? എനിക്കറിയാലോ കാര്യമുള്ളതുകൊണ്ടാ നീ വിളിക്കുള്ളൂ. അതെന്നെ അങ്ങനെ ഇറക്കി വിട്. പറ. എന്തോന്ന് തോന്നേ? നീ തോന്നിയൊന്നുമില്ല, നീ പറ. പൈസേ? ഇത് നടക്കണ കാര്യമെല്ലാം പറ. 25,000 രൂപയായിരുന്നു. ഇപ്പൊ നീ 2,500 രൂപ 27,500 രൂപ ഇനി ഇപ്പൊ തരാവുണ്ട്. അല്ലാതെ 1,000 ഒക്കെ ചോദിച്ചിരുന്ന കണക്കിൽ പോലും വെച്ചിട്ടില്ല. നീ ആ പെണ്ണറിഞ്ഞ എന്റെ ചെലവ് മാറി തല അടിച്ചു. നീ ചുമ്മാ പൈസ ഒന്നും എന്റെ ഇല്ല. 5,000 രൂപ ഇവിടെ ഇല്ലെന്ന്. 10 രൂപ നിന്റെ ഉണ്ടോ? അപ്പൊ അത് എനിക്ക് അയച്ച. അപ്പൊ എന്റെ ആ കടം തീരുമല്ലോ. എല്ലാം കൂടെ ഇന്ന് വൈകുന്നേരം തിരിച്ചു തരുമോ? എടി ഇന്ന് വൈകുന്നേരത്താണെങ്കിൽ പിന്നെ എന്തുണ്ട് നിനക്ക് പൈസ? ഇന്ന് വൈകുന്നേരം കിട്ടുമ്പോ 5,000 രൂപ കുറച്ച് വാങ്ങിച്ചാൽ പോരെ? നോക്കട്ടെ. ഇന്ന് വൈകുന്നേരം തരണേ. ശരി. ബസ് ചോദിച്ചാലും മതി അവള്. ചിന്നുന്റെ ഒന്നുമില്ല. നോക്കട്ടെ, നീ വകുപ്പുണ്ടോ നോക്കട്ടെ. തരാം. ശരി. ചിന്നുന്റെ ഒന്നുമില്ല. ഞാൻ എന്തെങ്കിലും വകുപ്പ് നോക്കട്ടെ. നീ ഞാൻ തരാം. തരാം. ഡാഡി പിള്ളേരെ കാണും. ആരത്തെയും ചോദിക്കാം. The logic of taste. Concerning the thoughts of man, the original of them all is that which we can sense. For there is no conception in a man's mind which hath not at first, totally or by parts, been begotten upon the organs of sense. The rest are derived from that original. After the object is... പഠിക്കണ പഠിമക്കളെ. നിങ്ങളെ പങ്കുട്ടോ പങ്കേഷ് കൂടുതൽ ലാഗ് അടുപ്പിക്കേണ്ട കാര്യം പറഞ്ഞു. കൂടുതൽ ലാഗ് അടുപ്പിക്കേണ്ട പെട്ടെന്ന് കാര്യം പറഞ്ഞു. എന്നാ എനിക്കൊരു ഹെൽപ്പ് വേണം. എന്താ ഹെൽപ്പ്? ഉണ്ടാ? എന്തോ ഉണ്ടാന്ന്? ക്യാഷ് വല്ല കയ്യിലുണ്ടോ? ക്യാഷ് കയ്യിലില്ല. ഇല്ല. നീ എന്ത് ഹെൽപ്പ് ചെയ്യാൻ പോണു? ശരി. ഒരു ബേക്കറിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിരുന്നു. ഏത് ബേക്കറി? നീന ബേക്കറി. എവിടാ? അറിഞ്ഞ ബേക്കറി? എന്റെ കൂട്ടുകാരി ശാലിനിയിലാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ആ ബേക്കറിയിൽ? ബേക്കറിയിൽ പെട്ടെന്നൊരു അത്യാവശ്യം വന്നു. എന്തോ കാര്യം? ചില്ലറ പൈസ മതി. ചില്ലറ പൈസ എന്ന് പറയുമ്പോ എത്ര വേണം? ഒരു 10,000 ഒരു 5,000 ഒക്കെ ഉണ്ടെങ്കിൽ കൊടുത്താ കൊള്ളായിരുന്നു. എപ്പോ വേണമെങ്കിലും ഫ്രീ പഫ്സ്. അവിടെ കമ്മൽ അങ്ങനത്തെ ഫാൻസി ഐറ്റം ഒക്കെ ഉണ്ട് കേട്ടോ ബേക്കറിയിലത്ത. അതെന്തോന്നു? പെമ്പിളർക്ക് വാങ്ങിക്കടെ ചോക്കർ. അതും കൂടെ ഉള്ള ബേക്കറി അതൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ അത് വേണ്ട. ഷേക്ക്, ജ്യൂസ്, അത് വേണം. കട്ട്ലറ്റ് പഫ്സ്, കൊച്ചു ബർഗർ ഒക്കെ ഉണ്ട് അവിടെ. ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു. ഞാൻ പോട്ട്. നിനക്ക് ഇൻട്രസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ വന്നു. അല്ല തരാൻ നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ല സ്ഥിതിക്ക്. അല്ലെങ്കിൽ വാ പറയട്ടെ. എന്റെ കാശ് ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് നാളെ കോളേജിൽ കൊടുക്കാനുള്ള കാശാണ്. നാളെ അല്ലേ? പക്ഷെ അതിന്ന് വൈകുന്നേരം ഞാൻ തിരിച്ചു തരുമല്ലോ. അത് ശരിയാവില്ല. എനിക്ക് ഫീസ് കൊടുക്കാനുള്ളത് അച്ഛ അയച്ചെന്ന്. അത് ശരിയാവില്ല. ഇന്ന് വൈകുന്നേരം തിരിച്ചു തരണ്ടേ? അപ്പൊ അല്ല, തിരിച്ചു തരണം. തരുമോ? നീ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം. അങ്കിളായോണ്ട് എന്നാ നീ തരണ്ട. അല്ല അങ്കിളെ, ഞാൻ തരാം. എനിക്ക് വേണം പഫ്സും ഡ്രിങ്ക്സ് കുടിക്കാനുള്ള ഭാഗ്യം എന്റെ അച്ഛനാണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോ ഇതുപോലെ ചൊറിഞ്ഞ വർത്താനം പറയില്ല. ഏത് പുള്ളി കുടിച്ചോട്ട് പാവല്ലേ? അല്ല അങ്കിളെ, നിക്കേ, ഞാൻ തരാം. തരൂ. പക്ഷെ ഇന്ന് വൈകുന്നേരം തന്നെ കാശ് തിരിച്ചു തരണം. പക്ഷെ നീ ഇന്നോ നാളെയോ മറ്റന്നാളോ എപ്പോ പോയാലും നിനക്ക് ഇതൊക്കെ കുടിക്കാം. ആണല്ലേ? ഞാൻ കാശെടുത്തത്. പിന്നെ നീ എന്റെ ചേട്ടന്റെ മോളല്ലേ? അത് പറഞ്ഞ അങ്ങനെ അറിയായിരിക്കും. അതെ. കാശെടുത്ത് തരും അല്ലേ? സോറി, അറിയാതെ. അട്ടിക്ക് വെച്ചേക്കണ്ട്.
ഓ കൃത്യം എണ്ണി വെച്ച പോലെ 5 രൂപ. റെഡി. അങ്കിൾ ഈ പൈസ അങ്കിളിന് തന്നപ്പോ തൊട്ടേ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. തന്നപ്പോ തൊട്ടേന്ന് പറഞ്ഞാൽ നീ ഇപ്പൊ ഇങ്ങോട്ട് തൊട്ട് തന്നല്ലേ ഉള്ളൂ. അതിന് ഒരു ടെൻഷൻ. പിന്നെ കൊണ്ടുപോകും. അങ്ങനെയല്ല, ഇന്ന് വൈകുന്നേരം തന്നെ തരണേ. എടി തരാടി, നീ ഒരുമാതിരി എന്തോന്ന് കാണിക്കണത്. തന്നാ മതി. ചേട്ടാ 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 ചുമ്മാ വാങ്ങിച്ചു. എന്തോന്ന്? അല്ല ഞാൻ ചേട്ടാ എനിക്ക് അത്യാവശ്യം ഒരു സാധനം വേണം, ഒന്ന് സഹായിക്കൂ. ചേട്ടാ വളിച്ചിരിക്കണേ. ഞാൻ ഇന്ന് മൊത്തം സഹായത്തിന്റെ മൂഡിലാണ്, അതുകൊണ്ട് ഞാൻ എല്ലാരും സഹായിക്കും. ആണോ? എങ്കിൽ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്ക് നല്ല കിടിലായിട്ടൊരു പഴം ഷേക്കിന്റെ ഒരു വേറൊരു വേരിയേഷൻ ഞാൻ കണ്ടേ. പഴം ഷേക്ക് സാധാരണ പഴം ഷേക്ക് അല്ല, ഒരു വെറൈറ്റി സംഭവം. പക്ഷെ എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്, പഴം മാത്രമല്ല. ഒന്ന് വാങ്ങിച്ചു തരുമോ? ഈ പഴം ഇല്ലാതെ അത് ഉണ്ടാക്കാൻ പറ്റുമോ? അത് നീ പോയി ഉണ്ടാക്കിയാൽ മതി ചേട്ടാ. ഞാൻ നിന്റെ അടുത്തല്ലല്ലോ ചോദിച്ചത്. ചേട്ടാ ഒന്ന് വാങ്ങിച്ചു തരുമോ? പിന്നെ എന്ത് പൈസ വേണ്ടേ? പൈസ ഞാൻ വാങ്ങിച്ചു. പൈസ ഉണ്ടെന്നാ? ഇത് ആരോടാ തമ്പുരാനെ ഞാൻ സംസാരിക്കുന്നത്? വാങ്ങിച്ചേരണേ. ഓക്കെ. രസകദളിയാവാം, റോബസ്റ്റ് ആവാം, പാളയംകോടനാവാം. ഏത്തപ്പഴം വാങ്ങിക്കരുത് കേട്ടോ. ഇതെല്ലാം വേണോ? ഇതിലേത് വേണമെങ്കിലും ആവാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. പൈസ ഉണ്ടായിരുന്ന കയ്യില്? എന്ത് നേരത്തെ പൈസ ഇല്ലെന്ന് പറഞ്ഞേ? പഴം വാങ്ങിക്കുന്ന പൈസ മതിയായതിന്. ശരിയാണ്. നീ ഇങ്ങനെ എല്ലാരും ഉപയോഗിച്ച് പൈസ വെച്ചോണ്ടിരുന്ന ഇത് അണ്ടാതെ ടേബിൾ ഡീലിംഗ് ആണ്, അറിയാമോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ എന്നെ നാളെ പപ്സിന്റെ അമ്മ പോയി പറയും തിന്ന് വണ്ണം വെച്ച് നടാ കൂടെ. നീ ഇപ്പോഴും നീ ഷുഗർ ആണെന്ന് പറഞ്ഞോണ്ടിരിക്കും. മറ്റേ ഷെയ്ക്കൊക്കെ നിന്നെ ഇപ്പൊ കുടിച്ച പോലെ തന്നെ. നീ എല്ലാവരും പോയി ചോദിച്ച് കാറ്റിക്കൊടു. ഞാൻ വേണേ അവളെ വിളിച്ച് പറയാം. പറയട്ടെ? മന്ദബുദ്ധിയാ നീ? മേലോട്ട് പഴം വാങ്ങിച്ചോണ്ടി. ഈ രാമങ്കൾ എവിടെ പോയി കിടക്കണോ? നീ അവൻ വരാത്തതിന് നിനക്ക് ഇത്ര ടെൻഷൻ തരുന്ന? ടെൻഷനൊന്നും ഇല്ല, അല്ല ഞാൻ ചോദിക്കായിരുന്നു എവിടെ പോയെന്ന്. അവൻ ഇനി വരുമ്പോ രാത്രിയാകും. രാത്രിയാ? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. അതെന്ത് രാത്രി പാവ രാമങ്കള് ഒറ്റയ്ക്കല്ലേ വരണത്? ഒറ്റയ്ക്ക് വന്ന് എന്ത് കുഴപ്പം? ഒരു കുഴപ്പവും ഇല്ല. അവൻ പോയതുപോലെ തിരിച്ചു വരും. 10 ഓണം 10 ഓണം പറഞ്ഞിട്ട് കാര്യം. എന്തൊരു പറഞ്ഞത്? നീ വയസ്സ് 70 കേട്ടാ. എനിക്ക് ചെവിക്ക് വലിയ ഓട്ടൊന്നും വരുന്നിട്ടില്ല. കേക്കാം. അപ്പൊ ആരോ പറഞ്ഞു, ആരോ വരണ. നീയാ? ഓ ഞാൻ തന്നെ. നിന്റെ പോളിസി പരിപാടിയൊക്കെ നിർത്തിയാ നീ? ഓണ അതൊക്കെ വിട്ട് ഞാൻ. എന്ത്? അതിപ്പം ചുമ്മാ വീടുകളിൽ കയറി ഇറങ്ങി നടക്കാന്നല്ലാതെ ഒരു കാര്യം നടക്കില്ലെന്ന്. നമുക്ക് ഒന്നും കിട്ടണില്ല. നീ ഇപ്പൊ എന്ത് വന്നത്? വണ്ടി ഓടിക്കൊണ്ടിന്ന് പെട്ടെന്ന് ഓഫായി. ഇപ്പൊ സ്റ്റാർട്ട് ആവില്ല. എണ്ണ വല്ലതും അടിച്ചാ? പിന്നെ പെട്രോൾ പമ്പ് പെട്രോൾ അടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വഴിക്കല്ലേ ഓഫായി പോയി. തന്നെ നോക്കട്ടെ. പിങ്കി അല്ലേ പേര്? ഓർമ്മയുണ്ടല്ലേ? പിന്നെ മറക്കാതിരിക്കോ. പിന്നെ ഇപ്പൊ എന്താ പരിപാടി? എന്താ പരിപാടി? പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ പഠിക്കണോ? ഞാൻ പഠിക്കാം, അന്ന് പറഞ്ഞില്ലേ. ഓ കോളേജിലല്ലേ? പിന്നെ ക്ലാസ്സിനൊക്കെ പോവാറുണ്ടോ അതോ വീട്ടിൽ തന്നെ? വല്ലപ്പോഴൊക്കെ. പഴയതുപോലെ എങ്ങനെ ആൾക്കാരൊക്കെ കൊല്ലാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക്. അതിലൊന്നും ഒരു കുറവില്ല അല്ലേ? അമ്മ എല്ലാം നടക്കൂ. സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. ശരിയായല്ലേ? ആളെ കിടലാൻ തന്നെ. എങ്ങനെ എങ്ങനെ? 150 രൂപ. 150? ഓ ഊരിയിട്ട് ഊതിയിട്ട് കുത്തീന് 150? അങ്ങനെയാണെങ്കിൽ നീ ഊതിയിട്ട് കുത്താത്തുണ്ട് ഇവിടെ കൊണ്ടുവന്ന എന്തിന്? അങ്ങനെ പറയാതെ നിങ്ങൾ ഒരുമാതിരി. ഡേയ് ഇതേ എന്റെ എക്സ്പീരിയൻസിനുള്ള പൈസയാണ് ഞാൻ വാങ്ങിക്കുന്നത്. എക്സ്പീരിയൻസ് ഒക്കെ ഇത്ര പൈസ ഉണ്ടോ? അപ്പൊ അത് തന്നേ പറ്റൂ മക്കളെ. ഞാനൊന്നും പറയണില്ല. പോട്ടോ. പിന്നെ വല്ലോണ്ട് വരാം. ശരി 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 അപ്പൊ ശരി.
സോറി. അങ്കിള് ഓ ഒന്നുമില്ലേ? പിന്നെ ചിന്നു ഇവിടെ ഇല്ലേ? എവിടെ കേട്ടോ പുറത്തുവരെ പോയത്. പഴം എവിടെ? ഏത് പഴം? ഇങ്ങനെ എന്തോ പണി ചേട്ടാ, പഴം വാങ്ങിക്കാനല്ലേ അങ്ങോട്ട് പോയത്, പഴം എവിടെ? അതല്ലേ അവൻ തട്ടിപ്പറിച്ചിട്ട് ഓടിയത്. എടി ഞാൻ കടയിൽ നിൽക്കായിരുന്നു കേട്ടോ പഴം വാങ്ങിച്ചോണ്ട്. പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ പൈസ ഇങ്ങനെ എടുത്ത് കൊടുത്തത് എന്റെ കയ്യിൽ നിന്ന് പഴത്തിന്റെ കവർ പൈസ പിടിച്ചോണ്ട് കൊടുത്ത് ഒറ്റ ഓട്ടം. പഴവും പൈസയും കൂടെ പിടിച്ചു വെച്ചിട്ട് ഓടി കളഞ്ഞു. എന്നിട്ട് എന്നിട്ട് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലേ. അങ്ങനെ പറയാ പറ. അത് തന്നെ എടി ഹോട്ടലിൽ കയറി ഹോട്ടലിലെ സാധനങ്ങളെല്ലാം തട്ടിയിട്ട് പൊട്ടിച്ച് ലാസ്റ്റ് ഹോട്ടലുകാരനെ പിടിച്ചു വെച്ചിരുന്നു. ആരടിക്ക് ഹോട്ടലിൽ കയറി എന്തിന്? അവ ഓടി ഹോട്ടലിൽ കയറി അതുകൊണ്ട്. അതുകൊണ്ട് അയ്യോ. എന്നിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു മൊത്തം. അപ്പൊ ആ നാശനഷ്ടമൊക്കെ അതല്ലേ പറഞ്ഞു നാശനഷ്ടം ഉണ്ടാക്കിയ അമ്മ എന്നെ അവിടെ പിടിച്ച് നിർത്തി. അവസാനം ഞാൻ വേറെ കൂട്ടുകാരനെ വിളിച്ചു ചോദിച്ചു അവൻ വന്ന പൈസ കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എത്ര രൂപ കൊടുത്ത്? 6,000-7,000 രൂപ കൊടുത്തു. ഒരു പഴം വാങ്ങിക്കാൻ പോയാൽ എന്തൊരു നഷ്ടം ദൈവമേ ഇത്. അതെ അങ്കിൾ. അവിടെ റെഡി ഇവിടെ ഇവിടെ തരാം. അതല്ല. എന്നിട്ട് അവരെല്ലാം ഉപദ്രവിച്ച? ഉപദ്രവിക്കണ വക്കിലെത്തിയടി. എന്റെ ജീവനം കൊണ്ട് ഞാൻ പോകുന്നു. എനിക്ക് ഒട്ടും വയ്യ. എന്നിട്ട് പൈസ ഉണ്ടാ? എന്നിട്ട് പൈസ നീ ചുമ്മാ എനിക്ക് ഒന്നും ചോദിക്കില്ല. എനിക്ക് വയ്യ. അങ്കിൾ ഈ ഗ്ലാസും കഴുകി വെച്ചേര്. ഞാൻ കിടക്കാൻ പോണു പോട്ട്. അയ്യോ ശരി, ഞാൻ ഈ ഷേക്ക് എങ്ങനെ ഉണ്ടാക്കും? ഷേക്ക് നാളെ ഉണ്ടാക്കാം. ആ ഒരു മൂഡിൽ വന്നേക്കായിരുന്നു ഷേക്ക് ഉണ്ടാക്കാനുള്ള. ആണല്ലേ? ശരി. എന്നാലും ഞാൻ ആലോചിക്കായിരുന്നേ, ചേട്ടാ കൂട്ടുകാരൻ വന്നില്ലായിരുന്നെങ്കിൽ അവസ്ഥ ആലോചിച്ചു നോക്ക്. അത് അവസ്ഥയാ. പക്ഷെ അതല്ല ഞാൻ ആലോചിക്കണതേ, ഇനി ആ പൈസ 6,000-7,000 രൂപ അത് ഇനി ഞാൻ കൊടുക്കണ്ടേ? കൊടുക്ക്. ഏത് നേരത്താണോ ഒന്ന് എനിക്ക് യൂട്യൂബിൽ ആ വീഡിയോ കാണാൻ തോന്നി പഴം വാങ്ങിച്ചോണ്ട് വരാൻ കണ്ടാ. അയ്യോ അപ്പൊ എന്റെ പൈസ അതിനെ ആരും അങ്കിൾ. വെറുതെ പോയി ചോദിച്ച് തേപ്പ് വാങ്ങിച്ചല്ല. ഇവളൊക്കെ ഫോണേ എടുക്കല്ലേ ഇനി. അതങ്ങനെ അവളിപ്പോ എന്റെ ഫോൺ എടുക്കുന്നില്ല. അങ്കിൾ അങ്കിൾ റേഞ്ച് കിട്ടില്ലടി. അങ്കിളെ കാശ് കാശ് എന്റെ കാര്യം പറഞ്ഞിട്ട് എന്താ പണിയാണ്. എന്താ പണി? പ്രശ്നം. എന്ത് പ്രശ്നം? നിനക്ക് ഞാൻ ഒരു കഥ പറഞ്ഞെടുക്കാം. കാല് കാല് പറ. എന്തോന്നു കഥ പറ. കഥ കഥ. എടീ രാവിലെ തന്നെ ഞാൻ പൈസ കൊണ്ടുവന്ന് അവക്ക് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മളൊരു ഹോട്ടലിൽ കയറി. എന്നിട്ട് നമ്മൾ ആഹാരം കഴിച്ച് അവള് പാഴ്സലൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് അവള് നേരെ ഡോറിന് അങ്ങോട്ട് പോയിട്ട് ഒരു കാറിനകത്ത് ഫോൺ വിളിച്ചോണ്ടിരുന്നിട്ട് അവള് കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവളെ കാണാനില്ല. അതാണ് എനിക്ക് പറഞ്ഞത്. ഫോൺ വിളിച്ചിട്ട് എടുക്കണമില്ല. ആൾക്കാർ അവിടെ പിടിച്ചേർത്തി മാവ് മറ്റേ എന്തോന്നു മാവാട്ടിപ്പിച്ചായിരുന്നത് എന്റെ ഭാഗ്യം. അവന്മാര് വേണം പിടിച്ചേനെ. അവസാനം ആ പൈസ ഞാൻ കൊടുത്തു. ആഹാരത്തിന്റെ പൈസ കൊടുത്ത ഞാൻ വിടും. ഞാൻ വിളിച്ചു അവളെ. അവള് ഫോൺ ആഹാരത്തിന്റെ പൈസ അവള് തന്നില്ലടി. പിന്നെങ്ങനെ മറ്റേ കാശ്
കാശില്ല. കാശ് ഇല്ല. അങ്കിളെ ചുമ്മാ കളിക്കല്ലേ, എനിക്ക് കോളേജ് കൊടുക്കാനുള്ള കാശാണ്. 2 ദിവസത്തിനകത്ത് കൊടുക്കാം, കോളേജ് ഉണ്ടല്ലോ. 2 ദിവസം എനിക്ക് നാളെ കൊടുക്കണം. നാളെ അപ്പൊ പൈസ കിട്ടണ്ടേടി. പൊന്നങ്ങളെ മിസ് അച്ഛനെ വിളിച്ച് പറഞ്ഞു കൊടുക്കും. മിസ് അച്ഛനാ? എന്റെ മിസ് അച്ഛനെ വിളിച്ച് പറഞ്ഞു കൊടുക്കും കാശ് കൊടുത്തില്ലെങ്കിൽ. ഞാൻ വെച്ച് കാശ് മിസ്സായെന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കും. കാശ് കൈവേദന ഇനി ഞാൻ പൈസ തരുമെന്ന് തോന്നുന്നില്ല. കാശ് എന്തോ തങ്ങളെ കാശ് തരാടി, 2 ദിവസം ആവട്ടെ. നീ പിടയ്ക്കല്ലേ, നാളെ തന്നെ കിട്ടണം. ഭീഷണിയല്ലേ സോരോ? കൊള്ളാല്ല. ഞാൻ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും. എന്തോന്നു എന്റെ കാശ് മേടിച്ചു ചെന്നാ പറഞ്ഞോളൂ. എന്നല്ലേ ആരും പറയാൻ പോണത്? അപ്പൂന്റെ അടുത്തും അപ്പച്ചടുത്തും എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും. അവരങ്ങനെ വിശ്വസിക്കൂ? എന്ത് നീ കാശ് തന്നെ എന്ത് തെളിവുണ്ട്? തെളിവില്ല, പക്ഷെ ഞാൻ പറഞ്ഞ അവർ വിശ്വസിക്കും. അപ്പൊ നീ അവരുടെ മാത്രം ആക്കണ്ട, നീ സ്റ്റേഷനിൽ ഒരു പരാതി കൂടെ കൊടുക്കും. ഞാൻ പൈസ തരണില്ല. തരൂലല്ലേ? ഇല്ല, അല്ലെങ്കിൽ ഞാൻ 100 ടെൻഷൻ എന്റെ ചെവിക്കല്ലി ഞാൻ അടിച്ചിരിക്കും. പോ, തരത്തിന് പോ. കാണിച്ചുതരാം, ഞാൻ കാണിച്ചുതരാം. അപ്പൊ ഇവിടെ നിക്കണ അപ്പൊ എന്താണ് എന്നെ പറ്റിച്ചപ്പോ ആര്? രാമങ്കിള്. എന്തിനു പറ്റിച്ചത്? രാമങ്കിള് രാവിലെ എന്റെ 5000 രൂപ മേടിച്ചോണ്ട് അത് ഞാൻ കോളേജിൽ ഫീസ് അടയ്ക്കാൻ വേണ്ടി വെച്ചിരുന്ന പൈസ. നീ എന്തിനു കൊടുത്തത്? അത് രാമങ്കിൾ എന്തോ രാമങ്ങളുടെ കൂട്ടുകാരിക്ക് കൊടുക്കാനുണ്ടെന്നോ അങ്ങനെ എന്തോ പറഞ്ഞാണ് മേടിച്ചോണ്ട് പോയെ. നീ അല്ലാതെ ആരെങ്കിലും അവന് പൈസ കൊടുക്കൂ? എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയപ്പോ. എന്നിട്ട് അപ്പൊ എന്തിനു പറയണേ? അതെന്തോ ഇവര് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എന്തോ കയറിയപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എന്തോ കാശ് തികഞ്ഞില്ലെന്നാ, പിന്നെ എന്തോ അവര് പിടിച്ചു വെച്ചെന്നാ, പിന്നെ അവർക്ക് കാശ് കൊടുത്തെന്നോ, ഇപ്പൊ കാശില്ലെന്നാ, അങ്ങനെ എന്തൊക്കെയോ പറയണേ. എനിക്ക് അറിഞ്ഞൂടാ. അപ്പോ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരുമോ കാശ് മേടിക്കാൻ? എന്റെ പൊന്നു മക്കളെ, ഞാൻ എന്തൊരു തീരുമാനം ഉണ്ടാക്കാൻ? നീ പൈസ എടുത്ത് കൊടുത്തിട്ട് അങ്ങനെ പറയാതപ്പോ ഞാൻ ചെന്ന് കാശ് ചോദിച്ചു. അപ്പൊ അങ്ങേര് പറയാണ്, നിന്റെ ഇപ്പൊ തെളിവൊന്നും ഇല്ലല്ലോ, നീ കൊണ്ടുപോയി പോലീസിന് കേസ് കൊടുക്ക. തെളിവില്ലെന്നാ? അവ അങ്ങനെ പറഞ്ഞ മക്കളെ, ഞാൻ പറയുമ്പോലെ നീ കേക്കൂ. ഞാൻ എന്ത് വേണമെങ്കിലും കേക്കുമല്ലോ. ഞാൻ പറയുമ്പോലെ നീ പറയണം. പറയാല്ലേ? എന്നാ വാ പാടി. അങ്ങനെ വിട്ടാ കൊള്ളൂലല്ലേ. ചിന്നു, ചിന്നുവായി എന്തോ ഇങ്ങോട്ട് വാ. രാമു, രാമു, ഇവിടെ വാടാ. എന്താ ഇവിടെ വാ. എന്താ ഇവിടെ വാ. കാര്യം നീ ഇവിടെ നിന്ന് പൈസ വാങ്ങിച്ച? എവളെന്ന്? പിങ്കിരിന്ന്. ഞാൻ വാങ്ങിച്ചൊന്നുമില്ല. മറ്റേ ശാലിനിക്ക് കൊടുക്കാണ്ടെന്ന് പറഞ്ഞാണ് എന്നെ മേടിച്ചോണ്ട് പോയത്. ആർക്ക്? ശാലിനിക്കാ? ഓ, ആ പെണ്ണല്ലേ കുറെ പൈസ തരാവുള്ളത്. അത് ഇങ്ങോട്ടാണ് തരാവുള്ളൂ, അങ്ങോട്ട് കൊടുക്കാനില്ല. കള്ളം പറയാ ചേട്ടാ. പിന്നെന്തോന്നു? ചേട്ടാ പിങ്കി എടുത്ത് പൈസ വാങ്ങിച്ച ശാലിനിക്ക് കൊടുത്താ? കൊടുത്താടാ. ഉള്ള സത്യം പറ നീ. ഇവിടെ ഞാൻ പൈസ ചോദിക്കാൻ പൈസ ഇങ്ങോട്ട് ചോദിക്കാനാണ് വിളിച്ചത്. എന്റെ അച്ഛനാണ് അങ്ങളെ അങ്ങളെ സത്യം പറ. നേരത്തെ അങ്ങൾ ഇവിടെ പൈസ എണ്ണിക്കൊണ്ടിരുന്നപ്പോഴേക്കും അപ്പച്ചി വന്നില്ലേ? അപ്പച്ചി വന്നിട്ട് ആപ്പിൾ ജ്യൂസ് അടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെ ഇരിക്കണം. എനിക്കറിയായിരുന്നു ഇതുപോലെ എന്തെങ്കിലും അവള് പറയുന്നു. ആപ്പിൾ ജ്യൂസ് അടിക്കുന്ന കാര്യം പറഞ്ഞു. ഞാൻ പൈസ ഇവിടെ എണ്ണിക്കൊണ്ടിരുന്നപ്പോ നീ വന്ന് ആപ്പിൾ ജ്യൂസ് അടിക്കുന്ന കാര്യം പറഞ്ഞു. ഇവിടെ പഴം ജ്യൂസ് അടിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. മനസ്സിലായ? അപ്പോഴാണ് ഞാൻ പോയത്. അള്ളി വിടുമ്പോ ആലോചിക്കണം. ഒന്നുകൂടെ പറ. പൈസ എണ്ണിക്കൊണ്ടിരുന്നപ്പോ പഴം ജ്യൂസ് എന്നാണ് അവള് പറഞ്ഞത്. പഴം വാങ്ങിക്കാണ്ട് അവള് പറഞ്ഞു, അല്ല ആപ്പിൾ അല്ല. ഏത് പൈസ എണ്ണിക്കൊണ്ടിരുന്നപ്പോ? ഏത് പൈസ എണ്ണിക്കൊണ്ടിരുന്നപ്പോ? ഇപ്പൊ പറഞ്ഞ പൈസ എണ്ണിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഏത് പൈസ? പഴം വാങ്ങിക്കാനുള്ള പൈസ. പഴം വാങ്ങിക്കാനുള്ള പൈസ എണ്ണിക്കൊണ്ടിരിക്കോ? 22 രൂപ 23 രൂപ 50 പൈസ ഇല്ല, എണ്ണുണ്ട്. അയ്യോ, ഇവന്റെ വേലകൾ നോക്കണം. ഇപ്പൊ മനസ്സിലായല്ല സംഭവം. നീ വിഷമിക്കണ്ട, നിന്റെ പൈസ ഞാൻ സെറ്റിൽ ചെയ്യും. നമുക്കാരും പൈസ വേണ്ടത് അപ്പൻ തന്നിരിക്കും കേട്ടാ. പ്ലീസ് കുട്ടൻ നടക്ക്. ഇങ്ങോട്ട് വാ, മേളോട്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞില്ല. വാ, കേറ്, പടി കേറ്. എന്റെ ഫോൺ ഇവിടെ ഇരിക്കുന്നു. വാ വാ, ഫോൺ എന്റെ കയ്യിലുണ്ട്. വാ, കേറ് കേറ്. ഇങ്ങോട്ട് കേറ്. ഹൗ, എന്റെ കാശിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അവള് തരും മക്കളെ.
ശാലിനോട് പൈസ കൊടുക്കുമല്ലേ ചെരുപ്പ് അങ്കിളിന്റെ ചെരുപ്പ്. പോയാ പോയി. അവിടെ പോയി അങ്ങോട്ട്. ഒരു ശാലിനി വേണ്ട വേണ്ട നിൽക്കുമ്പോഴേ